ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മാസവും ഒരു സങ്കീർത്തനം നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ മാസവും ഒരു പുസ്തകവും പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രഷ്യസായ ഒരു പുസ്തകമാണ് ഈ മാസം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ കുഞ്ഞു പുസ്തകങ്ങളാണ്. ഇപ്രാവശ്യം ഒരു വലിയ പുസ്തകമാണ്. ഒരു 400 പേജസ് ഉണ്ട്. 400 പേജോളം മലയാളത്തിലാണ്. സുന്ദരമായ ഒരു പുസ്തകം. ഞാൻ ഈ അച്ഛൻ്റെ ഫാദർ ജെയിംസ് കിളിയനാനിക്കൽ, ഡോക്ടർ ജെയിംസ് കിളിയനാനിക്കൽ അച്ഛൻ്റെ, എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ എല്ലാ പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അച്ഛൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക. വിശുദ്ധിയുടെ വിജയരഹസ്യങ്ങൾ. നിങ്ങൾക്ക് ഈ പുസ്തകം നേരത്തെ വായിച്ചിട്ടുള്ളവരുണ്ടാകാം. വായിച്ചിട്ടുള്ളവർ വീണ്ടും വായിക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. പ്രിയപ്പെട്ട ഈ അച്ഛൻ എഴുതിയ ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉള്ളവർ വീണ്ടും ഒന്ന് വായിക്കണം. ഞാൻ പറഞ്ഞതിൽ ഒരു 23 ചാപ്റ്റേഴ്സാണ്, ഒരു 400 പേജുകളോളം ഉണ്ട്. വിശുദ്ധിയുടെ വിജയരഹസ്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടൈറ്റിൽ കാണുമ്പോൾ വിശുദ്ധരുടെ ജീവചരിത്രമാണെന്ന് വിചാരിക്കും. അല്ല, പകരം നമുക്കൊക്കെ ഒരു ജീവചരിത്രം, ഒരു വിശുദ്ധമായ ജീവചരിത്രം എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഒന്നോ രണ്ടോ ആവർത്തി വായിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണിത്. വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. ഇതിൻ്റെ അവതാരികയിൽ പ്രിയപ്പെട്ട റെമജിയൂസ് പിതാവ് എഴുതിയേക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, വിശുദ്ധരെ കുറിച്ച്. എന്ന് വെച്ചാൽ സഭ ആദരിക്കുന്ന വിശുദ്ധരെ കുറിച്ച് മാത്രമല്ല, നമ്മളെക്കുറിച്ചുള്ള ഒരു സൂചനയും നമുക്കുള്ള ഒരു ആഹ്വാനമാണ്. ഇത് ശ്രദ്ധിച്ച് കേട്ടെ. സ്വർഗത്തിന് അവർ ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമാണ്. വിശുദ്ധരെ കുറിച്ച് പറയുക 3 കാര്യങ്ങൾ. സ്വർഗത്തിന് അവർ ആനന്ദമാണ്, ഭൂമിക്ക് അവർ അനുഗ്രഹമാണ്, തിരുസഭയ്ക്ക് അവർ മഹത്വമാണ്. ഇതായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, എനിക്ക് തോന്നുന്നു എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയേണ്ടത്. സ്വർഗത്തിന് ആനന്ദം ആണോ? നമ്മളെ ഓർക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കുവാണോ? രണ്ടാമത്തെ കാര്യം, ഭൂമിക്ക് അനുഗ്രഹം. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടെ നമ്മൾ അനുഗ്രഹമാണോ? മൂന്നാമത്തെ കാര്യം, തിരുസഭയ്ക്കൊരു അഭിമാനം, മഹത്വം ആണോ? ഇങ്ങനെ ആകണം എന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ മുഴുവൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനുള്ള സമയമില്ല, നമുക്കൊരു കൊല്ലം എടുക്കേണ്ടി വരും. ഇതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ പറയുന്ന 1-2 കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? എപ്പോഴാണ് മനുഷ്യജീവിതം സുന്ദരമാകുന്നത്? എപ്പോഴാണ് മനുഷ്യൻ സൗഭാഗ്യവാനായി തീരുന്നത്? എപ്പോഴാണ് ജീവിതം വിജയിച്ചു എന്ന് കരുതാനാവുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ജീവിതത്തിലൂടെ ഉത്തരം നൽകിയവരാണ് വിശുദ്ധാത്മാക്കൾ. എന്ന് വെച്ചാൽ അച്ഛൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുകയാണ്, വിശുദ്ധിയിൽ ജീവിക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്, സൗഭാഗ്യകരമാകുന്നത്. അതിനൊരർത്ഥം വരുന്നതെല്ലാം എപ്പോഴാണ്? വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ്. ആ വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധർ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? ലോകമോഹങ്ങളെയും സ്വന്തം ബന്ധങ്ങളെയും പരിത്യജിച്ച് എങ്ങനെ ഈശോയെ നോക്കി മുന്നോട്ട് ജീവിക്കാൻ പറ്റും. നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകമോഹങ്ങളെ, പ്രലോഭനങ്ങളെ, പാപങ്ങളെല്ലാം ഒഴിവാക്കാനുള്ള ഒറ്റ റീസൺ, ആരെ കിട്ടണം, ആരെ മേടിക്കണം, ആരെ വേണം? ഈശോയെ വേണമെന്നുള്ള ആഗ്രഹത്തിൽ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നു. വിശുദ്ധരെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ്, ദൈവഹിതം നിറവേറ്റലാണ് ആത്മീയതയുടെ മാർഗം. വിശുദ്ധരൊക്കെ തീരുമാനിച്ച അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. എന്ത് നിറവേറ്റണം? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം. അങ്ങനെ നമ്മളും ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മളും തിരുസഭയ്ക്ക് മഹത്വം, സ്വർഗത്തിന് ആനന്ദം, ഭൂമിക്ക് അനുഗ്രഹമായി തീരുന്നു. ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് ഇങ്ങനെ നോക്കിയേ. വിശുദ്ധരെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, എങ്ങനെ സധൈര്യം ശൂന്യവൽക്കരണത്തിലൂടെ കുരിശിനെ ആശ്ലേഷിക്കാം, സഹനത്തെ എങ്ങനെ സൗഭാഗ്യമാക്കി മാറ്റാം. എല്ലാ ദിവസവും നമ്മൾ ഈ പുസ്തകം വായിച്ചാലും ഇല്ലേലും നമുക്ക് സഹനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ആ സഹനത്തെ എങ്ങനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാം. ഇതൊക്കെയാണ് വിശുദ്ധർ നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഉറപ്പായിട്ടും വായിക്കണം. എനിക്ക് തോന്നിയത് ഒത്തിരി പേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമൊക്കെ കൂടിയാണെന്ന് തോന്നുന്നു. വായിക്കുക, ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. എന്തിനെക്കുറിച്ച്? വിശുദ്ധിയെക്കുറിച്ച്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണം. അങ്ങനെ സ്വർഗത്തിനൊരു ആനന്ദമാകണം, ഭൂമിക്കൊരു അനുഗ്രഹമാകണം. ഈശോയുടെ മുമ്പിൽ നമ്മളിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കണം. അത് നമ്മളെ സഹായിക്കുന്നതാണ് വിശുദ്ധരുടെ ജീവിതം. ഇത് വിശുദ്ധരുടെ ജീവചരിത്രമല്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ, പകരം നമ്മൾ വിശുദ്ധരായി മാറാൻ, നമ്മുടെ ജീവിതം ഒരു ജീവചരിത്രമാകാൻ, ആർക്കെങ്കിലുമൊക്കെ വായിക്കാൻ കൊള്ളുന്ന രീതിയിൽ, ആർക്കെങ്കിലുമൊക്കെ ജീവിക്കാൻ കൊള്ളുന്ന രീതിയിൽ നല്ലൊരു വിശുദ്ധ ജീവിതമായി തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായി തീരും പുസ്തകം. ഈ പുസ്തകത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അച്ഛൻ പറഞ്ഞു തന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ, നമ്മൾ എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പേഴ്സണൽ ലൈഫ് കുറച്ചുകൂടെ നന്നാവണം, കുറച്ചുകൂടെ ഉന്നമനത്തിലേക്ക് എത്തണം. 3 മരുന്നുകൾ പ്രത്യേകമായിട്ട് ഈ പുസ്തകത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് പേഴ്സണൽ പ്രെയർ, വ്യക്തിപരമായ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താ? ഈശോയുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് പേഴ്സണൽ പ്രയറിൻ്റെ സമയം. രണ്ടാമത്തത് വിശുദ്ധ കുർബാനയാണ്. കുർബാന മുടങ്ങാതിരിക്കുക. വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നതോറും, ഓരോ തവണ ഈശോയെ സ്വീകരിക്കുന്നതോറും നമുക്ക് ഈശോയുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വളരുകയാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ് കുമ്പസാരം, ക്ലീൻ ആയിട്ടിരിക്കുക.
ഈശോയുടെ മുമ്പിൽ ക്ലീൻ ആയിട്ടിരുന്ന് ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ വചനം അനുസരിച്ച് ഈശോയുമായിട്ട് ആ പേഴ്സണൽ പ്രയറിൽ ആ ബന്ധം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ആ വിശുദ്ധരോടൊക്കെയുള്ള ജീവിതമായിട്ട് ഏറ്റവും താതാമ്യപ്പെട്ട് ഏറ്റവും അടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പുസ്തകത്തിൽ എനിക്കൊന്ന് ഞാൻ വായിച്ചിട്ട് എനിക്ക് ഒന്ന് സംഗ്രഹിച്ചെടുത്തപ്പോൾ ഏറ്റവും സുന്ദരമായിട്ട് തോന്നിയ കാര്യമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരാനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് മറന്നുപോകില്ല കേട്ടോ. 1 വിശുദ്ധ കുമ്പസാരം, 2 വിശുദ്ധ കുർബാന, 3 പേഴ്സണൽ പ്രയർ. ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതലും വിശുദ്ധരിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക് അടുക്കാൻ പറ്റും. കർത്താവിന് നമ്മൾ ഈ ഭൂമിയിൽ ഒരു മഹത്വമായിട്ട് തീരാൻ പറ്റുന്ന പുസ്തകത്തിൽ പറഞ്ഞു തരുന്ന കാര്യം. ഇവിടെ സൗരങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ചതിനേക്കാൾ അപ്പുറം, നമ്മൾ കേട്ടതിനേക്കാൾ അപ്പുറമാണ് ഈശോയുടെ സ്നേഹം. ആ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധർ. അതുകൊണ്ടാണ് അവർക്ക് സഹനത്തെയൊക്കെ ഒരു സൗഭാഗ്യമായിട്ട് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഓരോ ദിവസവും അവർക്ക് ഈശോയെ ചൂസ് ചെയ്യാൻ പറ്റിയത്. സഹനങ്ങൾ വരുമ്പോഴും വെല്ലുവിളികൾ വരുമ്പോഴും ദേ ചോസ് ജീസസ്. അങ്ങനെയാണ് അവർ വിശുദ്ധരായത്. എല്ലാ ജീവിത സാഹചര്യങ്ങളും നമുക്ക് ഈശോയെ ചൂസ് ചെയ്യാൻ പറ്റട്ടെ. സ്വർഗത്തിന് ഒരു ആനന്ദമായി മാറുക, ഭൂമിക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുക, തിരുസഭയ്ക്ക് ഒരു മഹത്വമായിട്ട് മാറുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.